ഡയാലിസിസ്. ഈ ഒരു വാചകം ഇന്ന് എല്ലാ മലയാളികൾക്കും സുപരിചിതമാണ്. തന്റെ കുടുംബത്തിലോ അയൽ വീടുകളിലോ ഏതെങ്കിലും ഒരാൾ ഈ ഒരവസ്ഥയിലൂടെ തീർച്ചയായും കടന്നു പോകുന്നുണ്ടാകും. ഇരുവൃക്കകളുടെയും പ്രവർത്തനം പൂർണ്ണമായും നിലച്ച അവസ്ഥയിൽ ജീവൻ നിലനിർത്തുന്നതിനായുള്ള ഒരു ഉപാധിയാണ് ഡയാലിസിസ്. അങ്ങനെയുള്ള 250-ലേറെ മനുഷ്യർക്ക് ജീവന്റെ തുടിപ്പേകുന്ന ഒരു സ്ഥാപനം ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ഡയാലിസിസ് സെന്റർ. ദുനിയാവിൻ ചിന്തകൾ കൊണ്ടൻ കൽബ് നിറഞ്ഞല്ലോ, വലിയോനെ നിന്നെയോർക്കാൻ നേരമില്ലല്ലോ. ഇവിടം ഞാൻ മുസാഫിറെന്ന് മറന്നു പോയല്ലോ, ഒരു നാളിലെല്ലാം വിട്ട് പോകേണ്ടവനല്ലോ. ദുനിയാവിൻ ചിന്തകൾ കൊണ്ടൻ കൽബ് നിറഞ്ഞല്ലോ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഗഫൂർ കുറ്റ്യാടിയാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് എവിടെയാണെന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം പ്രിയപ്പെട്ട ജബ്ബാർ ഹാജിയുടെ കരങ്ങളിലൂടെ നമ്മൾ കാണുന്ന കൊണ്ടോട്ടിയിലെ ശിഹാബ് തങ്ങൾ ഡയാലിസ് സെന്ററിലാണ് ഞാനിവിടെ ഉള്ളത്. ഡയാലിസ് സെന്റർ, ഈ ശിഹാബ് തങ്ങൾ ഡയാലിസ് സെന്റർ എന്ന് പറയുമ്പം ഞാൻ എപ്പോഴും വരുന്ന ഒരു ഇടം കൂടിയാണിത്. ഇന്ത്യയിൽ തന്നെ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ രോഗികൾക്ക് ഡയാലിസ് ചെയ്യുന്ന ഒരിടം കൂടിയാണിത്. അതിൻ്റെ ചാലകശക്തിയായി നിൽക്കുന്ന പ്രിയപ്പെട്ട ജബ്ബാർ ഹാജി ഇന്ന് ഈ ജില്ലയുടെ അധിപൻ കൂടിയാണ് എന്നൊരു സന്തോഷം കൂടി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഏതായാലും ആശ നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷയായി, ആശ്രയമില്ലാത്തവർക്കൊരഭയമായി തൻ്റെ യൗവനവും തൻ്റെ ജീവിതത്തിൻ്റെ 90% മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു വലിയ മനുഷ്യന്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന്, കാരണം ഒരുപാട് പേർക്ക് വേദന അനുഭവിക്കുന്നവർക്ക് ഒരു താങ്ങായി ഇതിന്റെ മുകളിൽ തേങ്ങലുകൾ നമുക്ക് കേൾക്കാം. അത് നിങ്ങളുടെയൊക്കെ വേർപ്പിന്റെ തുള്ളികൾ കൊണ്ട് ആശ്വാസമാവുകയാണ്. അങ്ങനെയാണ് നമ്മളും ജീവിതത്തിൽ അടയാളപ്പെടുത്തിയവരാകുന്നത്, നാളത്തെ ലോകത്തേക്ക് മാറ്റിവെക്കപ്പെട്ടവരാകുന്നത്. ഏതായാലും ഈ സെന്ററിനെ നിങ്ങളൊക്കെ അകമഴിഞ്ഞ് സഹായിക്കണം. 270 രോഗികൾക്ക് ഒരു ദിവസം ഡയാലിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ അവരുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ വെളിച്ചം ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ കാണുമ്പോൾ അതിലൊക്കെ നിങ്ങളുടെ വേർപ്പിന്റെ തുള്ളികൾ, വേർപ്പിന്റെ അംശങ്ങൾ അതിലുണ്ട്. അത് നമുക്ക് ഇരുലോകത്തും പടച്ച തമ്പുരാന്റെ റിവക്ക് വേണ്ടിയുള്ളതാണ്. അപ്പം ഈ ഡയാലിസ് സെന്ററിനെ സഹായിക്കണം, അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് ഹൃദയം തൊട്ട് നിങ്ങളോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഗഫൂർ കുറ്റ്യാടി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഗഫൂർ കുറ്റ്യാടി ഇവിടെ ഞങ്ങൾക്കൊരു അതിഥിയല്ല, ഞങ്ങൾക്ക് എപ്പോഴും വരുന്ന, ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങളോടുള്ള ഒരു സഹയാത്രികനാണ്. ഏതായാലും നേരത്തെ ഗഫൂർ കുറ്റ്യാടി പറഞ്ഞതുപോലെ കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസ് സെന്ററിനെ കുറിച്ച് നിങ്ങളോടൊരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. ഇന്ന് ഒരു മാസം 44 ലക്ഷം രൂപയാണ് ഒരു മാസം. ഒരു വർഷം 5 കോടിയോളം ചിലവ് വരുന്നു. ഈ പാവപ്പെട്ട രോഗികൾക്ക് ഡയാലിസും അവർക്ക് ഭക്ഷണവും കാര്യങ്ങളെല്ലാം നമ്മൾ സൗജന്യമായി നൽകുകയാണ്. നീണ്ട 11 വർഷം പിന്നിട്ടു. ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളുമാണ് ഞങ്ങൾക്ക് ഇതിനുള്ള കൈമുതൽ. സ്ഥായിയായ ഒരു വരുമാനമില്ല, എന്നാലും കാര്യമായി ഞങ്ങൾക്ക് ഫണ്ട് ഞങ്ങളെ സഹായിക്കല് ഈ റംസാൻ മാസത്തിലാണ്. എല്ലാം കൊണ്ടും അത് സക്കാത്തിന്റെ കാശ് എത്താറുണ്ട്, അതുപോലെ തന്നെ സംഭാവനകൾ എത്താറുണ്ട്. പലരും പല രീതിയിൽ ഞങ്ങളെ സഹായിക്കാറുണ്ട്. നിങ്ങളും നിങ്ങളുടെ സദക്കയുടെ അതിൽ സക്കാത്തിന്റെ ഒരു ഭാഗം ഞങ്ങൾക്ക് അയച്ചു തരണം, ഞങ്ങളെ സഹായിക്കണം എല്ലാവരും. അങ്ങനെ ഒരു വർഷം, അടുത്ത ഒരു റംസാൻ വരെ ഒരു പാവപ്പെട്ട ഈ രോഗികളുടെ ശ്വാസനിശ്വാസങ്ങൾക്ക് ഹേതുവാകാൻ നിങ്ങൾ നൽകുന്ന ചിലപ്പോൾ തുച്ഛമായ സംഖ്യയാണെങ്കിൽ പോലും അത് കാരണമാകും. നിങ്ങൾ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുക.